മിക്ക പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. സമരിയായിക്കെതിരെ ആരോപണം. മൊരേഷത്തുകാരനായ മിഖായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയായെയും ജെറുസലമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇത് ലഭിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു. ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടിമെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴുക്കാംതൂക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിൻ്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപവുമാണ് ഇതിന് കാരണം. എന്താണ് യാക്കോബിൻ്റെ അതിക്രമം? അത് സമരിയ അല്ലേ? എന്താണ് യൂദാഭവനത്തിൻ്റെ പാപം? അത് ജെറുസലേമല്ലേ? അതിനാൽ ഞാൻ സമരിയായെ വെളിമ്പ്രദേശത്തെ കൂനയാക്കും, മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ. അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും, അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും, അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും, ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേദനം വഴിയാണ് അവൾ അവ സമ്പാദിച്ചത്, വേശ്യയുടെ വേദനമായി അത് തിരിച്ചു കൊടുക്കും. ജെറുസലേമിനെക്കുറിച്ച് വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിച്ച് കരയും. നഗ്നനും നിഷ്പാതകനുമായി ഞാൻ നടക്കും. കുറുനരികളെപ്പോലെ ഞാൻ നിലവിളിക്കും, ഒട്ടക പക്ഷികളെപ്പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടാത്തതാണ്. അത് യൂദാ വരെ, എൻ്റെ ജനത്തിൻ്റെ കവാടമായ ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് നിങ്ങളിത് പറയരുത്, കരയുകയും അരുത്. ബേത്ലേയാഫ്രായിലെ പൊടിമണ്ണിൽ വീണുരുളുക. ഷാഫീർ നിവാസികളെ, നഗ്നരും ലജ്ജിതരുമായി കടന്നു പോകുവിൻ. സാനാൻ നിവാസികൾ പുറത്തു വരുന്നില്ല. ബേദേസലിൽ നിന്നുള്ള വിലാപം നിന്നെ നിരാലംബയാക്കും. കർത്താവയച്ച അനർത്ഥം ജെറുസലേമിൻ്റെ കവാടത്തിലെത്തിയതിനാൽ മാരോത്ത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലാഖീഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സിയോൻ പുത്രിയുടെ പാപത്തിന് കാരണം നിങ്ങളാണ്. ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മൊറേഷത്ത്-ഗത്തിന് വിട നൽകുവിൻ. അക്സീബ് ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മരേഷ നിവാസികളെ, നിങ്ങളെ കീഴടക്കാൻ ഒരുവനെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിൻ്റെ മഹത്വം അതുല്ലാം ഗുഹയിൽ ഒളിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ, അവർ നാട് കടത്തപ്പെടും. അതിനാൽ കഴുകനെപ്പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവിൻ. അധ്യായം 2. ചൂഷകർക്കെതിരെ. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ. അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു. യാക്കോബ് ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നു, കർത്താവിന് ക്ഷമയറ്റോ? ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികളോ? നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു. യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാനപ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. നിങ്ങൾ ഇവിടം വിട്ടു പോകുവിൻ. വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത്. ഇവിടം അശുദ്ധമാണ്. ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കും എന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ.
യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റമെന്ന പോലെയും മേച്ചിൽ സ്ഥലത്തെ കാലിക്കൂട്ടമെന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും. കർത്താവ് അവരെ നയിക്കും. അധ്യായം 3. നീതിരഹിതരായ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ. നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികൾ തകർക്കുന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് മറുപടി നൽകുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും. എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനമെന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾക്കിനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക. പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും, പകൽ അവർക്ക് ഇരുട്ടായി മാറും. ദീർഘദർശികൾ അപമാനിതരാകും, ഭാവി പറയുന്നവർ ലജ്ജിതരാകും. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായികയാൽ അവർ വാപൊത്തും. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. യാക്കോബ് ഭവനത്തിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ, കേൾക്കുവിൻ. നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു. രക്തത്താൽ നിങ്ങൾ സിയോൻ പണിതുയർത്തുന്നു, അധർമ്മത്താൽ ജെറുസലേമും. അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു. എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ? നമുക്കൊരു അനർത്ഥവും വരികയില്ല. നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും, ജെറുസലം നാശകൂമ്പാരമാകും, ദേവാലയഗിരി വനമായിത്തീരും. അധ്യായം 4. സിയോൻ രക്ഷാകേന്ദ്രം. അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താങ്കളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും, ചിതറിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. മുടന്തരെ ഞാൻ എൻ്റെ അവശേഷിച്ച ജനമാക്കും, ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. അന്നു മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും. അജഗണത്തിൻ്റെ ഗോപുരമേ, സിയോൻ പുത്രിയുടെ പർവ്വതമേ, പൂർവ്വകാലത്തെ ആധിപത്യം, ഇസ്രായേൽ പുത്രിയുടെ രാജ്യത്വം നിന്നിലേക്ക് വരും. എന്തേ നീ ഇപ്പോൾ ഉച്ചത്തിൽ കരയുന്നു? നിനക്ക് രാജാവില്ലേ? നിന്റെ ഉപദേഷ്ടാവ് മരിച്ചുപോയോ? ഈറ്റുനോവ് പോലെ കഠിന വേദന നിന്നെ കീഴടക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? സിയോൻ പുത്രി, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ നീ വേദനയാൽ പുളയുക. നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജനപ്രദേശത്ത് വസിക്കേണ്ടി വരും. നീ ബാബിലോണിലേക്ക് പോകും, അവിടെ വച്ച് നീ രക്ഷിക്കപ്പെടും. കർത്താവ് നിന്നെ ശത്രുകരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ച് പറയുന്നു, അവൾ അശുദ്ധിയാകട്ടെ, നമുക്ക് അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം. എന്നാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല, അവിടുത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല. മെതിക്കളത്തിൽ കറ്റയെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു.
സീയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയുമാക്കും. അനവധി ജനതകളെ നീ ചിതറിക്കും. അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ കർത്താവിന് അർപ്പിക്കും. അവരുടെ സമ്പത്ത് ഭൂമി മുഴുവൻ്റെയും കർത്താവിന് നീ കാഴ്ചവെക്കും. അധ്യായം 5. വരാനിരിക്കുന്ന രാജാവ്. നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു. നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ചുവട്ട് തടിക്കുന്നു. ബത്ലഹേം, എബ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ട് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. അസീറിയയെ വാൾ കൊണ്ടും നിമ്രോദ് ദേശത്തെ ഊരിയ ഖഡ്ഗം കൊണ്ടും അവർ ഭരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. അന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയുമായിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യ മക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല. യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയുമായിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും. നിന്റെ രഥങ്ങൾ നശിപ്പിക്കും. നിന്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും. നിന്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തകർക്കും. ആ വിചാരവൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും. നിനക്ക് ഇനിമേലിൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാകുകയില്ല. നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും. നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കുകയില്ല. നിന്റെ അക്ഷര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും. നിന്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും. അധ്യായം 6. ഇസ്രായേലിനെതിരെ ആരോപണം. കർത്താവ് പറയുന്ന വാക്ക് കേൾക്കുക. എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപിൽ നിന്റെ ആവലാതികൾ ബോധിപ്പിക്കുക. കുന്നുകൾ നിന്റെ ശബ്ദം കേൾക്കട്ടെ. പർവ്വതങ്ങളെ, ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ, കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ. അവിടുന്ന് തൻ്റെ ജനത്തിനെതിരെ കുറ്റം ആരോപിക്കുന്നു, ഇസ്രായേലിനെതിരെ വാദിക്കുന്നു. എൻ്റെ ജനമേ, നിങ്ങളോട് ഞാൻ എന്തു ചെയ്തു? എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി? ഉത്തരം പറയുവിൻ. ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു. എൻ്റെ ജനമേ, മോവാബ് രാജാവായ ബാലാക്ക് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവന് ബയോറിൻ്റെ മകൻ ബാലാം നൽകിയ മറുപടിയും ഓർക്കുക. ഷിത്തിം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് സ്മരിക്കുക. അങ്ങനെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ഗ്രഹിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കുട്ടിയുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവിൻ്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു. അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. ഗോത്രങ്ങളെ, നഗരസഭയെ കേൾക്കുവിൻ. ദുഷ്ടരുടെ ഭവനത്തിലെ തിന്മയുടെ നിക്ഷേപങ്ങളും ശക്തമായ കള്ളയളവുകളും എനിക്ക് മറക്കാനാവുമോ? കള്ളത്തുലാസും കള്ളക്കട്ടികളും കൈവശം വയ്ക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ? നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ്. നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു. അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ നിന്നെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നീ ഭക്ഷിക്കും, എന്നാൽ തൃപ്തി വരികയില്ല. ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല. നീ നീക്കിവെക്കും, എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല.
സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും. നീ വിതയ്ക്കുമെന്നാൽ കൊയ്യുകയില്ല, നീ ഒലിവാട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല, നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല. കാരണം നീ ഓമ്രിയുടെ അനുശാസനങ്ങൾ പാലിച്ചു, ആഹാബ് ഭവനത്തിൻ്റെ ചെയ്തികൾ നീ ആവർത്തിച്ചു, അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് വ്യാപരിച്ചു. അതിനാൽ ഞാൻ നിന്നെ ശൂന്യമാക്കും, നിന്റെ നിവാസികളെ പരിഹാസ വിഷയമാക്കും. അങ്ങനെ നീ ജനതകളുടെ നിന്ദനമേൽക്കും. അധ്യായം 7. ജനത്തിൻ്റെ ധാർമ്മികാധിപതനം. എനിക്ക് ഹാ കഷ്ടം! ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിക്കുകയും ചെയ്തതിനു ശേഷം കാല പെറുക്കുന്നവനെ പോലെ ആയിരിക്കുന്നു ഞാൻ. തിന്നാനൊരു മുന്തിരിക്കുലയോ അത്തിയുടെ അഭികാമ്യമായ കടിഞ്ഞൂൽ ഫലങ്ങളോ ഇല്ല. ദൈവഭക്തനായവർ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ ബലവിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈ നീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. അവരിൽ ഏറ്റവും ഉത്തമൻ ഒരു മുൾച്ചെടി പോലെയും ഏറ്റവും സത്യസന്ധൻ ഒരു മുള്ളുവേലി പോലെയുമാണ്. അവരുടെ കാവൽക്കാർ അറിയിച്ച ദിനം, ശിക്ഷയുടെ ദിനം വന്നു കഴിഞ്ഞു. അവർക്ക് സംഭ്രാന്തിയുടെ സമയമായി. അയൽക്കാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ വിശ്വാസമർപ്പിക്കരുത്. നിന്റെ മടിയിൽ ശയിക്കുന്നവരുടെ മുമ്പിൽ അതിരകവാടം തുറക്കരുത്. പുത്രൻ പിതാവിനോട് നിന്ദയോടെ വർത്തിക്കുന്നു. മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കുമെതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു. എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. രക്ഷയുടെ വാഗ്ദാനം. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തുപോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. എൻ്റെ ശത്രുക്കളത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും. തെരുവിലെ ചേറുപോലെ അവൾ ചവിട്ടിത്തേക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. അസീറിയ മുതൽ ഈജിപ്ത് വരെയും, ഈജിപ്ത് മുതൽ നദി വരെയും, കടൽ മുതൽ കടൽ വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയുമുള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തികളുടെ ഫലമായി ശൂന്യമായിത്തീരും. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ ജനത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിൽ എന്ന പോലെ അവർ ബാഷാനിലും ഗിലിയാദിലും മേട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ജനതകൾ അത് കണ്ട് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലജ്ജിക്കും. അവർ വായു പൊത്തും, അവരുടെ കാതുകൾ ബധിരമാകും. സർപ്പങ്ങളെപ്പോലെ ഭൂമിയിൽ ഇഴയുന്ന ജീവികളെപ്പോലെ അവർ പൊടി നക്കും. ശക്തി ദുർഗങ്ങളിൽ നിന്ന് അവർ വിറവുകൊണ്ടിറങ്ങി വരും. കൊടും ഭീതിയാൽ അവർ നമ്മുടെ കർത്താവായ ദൈവത്തിങ്കിലേക്ക് തിരിയും. അവർ അങ്ങുനിമിത്തം ഭയചകിതരാകും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോടെ അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല. എന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാവങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും.